സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമുണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള മറ്റൊരു കാഴ്ച നമ്മൾ കാണുന്നു. ആശമാർ അവിടെ പ്രതിഷേധിക്കുന്നു. ഇതേപോലെ ആരോഗ്യമന്ത്രിക്കെതിരെ തന്നെയാണ് ആ പ്രതിഷേധം. ഇവിടെ ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ആശമാരുടെ ഓണററിയും സംബന്ധിച്ചൊക്കെയുള്ള പ്രതിഷേധങ്ങളും സമരപരിപാടികളും നമ്മൾ കണ്ടതാണ് സർക്കാരിനെതിരെ. പക്ഷേ ഇപ്പോൾ മന്ത്രി രാജിവെക്കുക, ആരോഗ്യമന്ത്രി രാജിവെക്കുക എന്ന ആവശ്യമുയർത്തി ആശമാർ അവിടെ പ്രതിഷേധിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റിനു ശ്രീധർ അവിടെ നിന്ന് തത്സമയം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റിനു, എന്താണ് ആശമാരുടെ ആവശ്യം? എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് മാറാനുള്ള പശ്ചാത്തലം? കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകട മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരും വലിയ പ്രതിഷേധം അറിയിക്കുകയാണ്. ഞാനുള്ളത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ കണ്ടോൺമെന്റ് ഗേറ്റിന് മുന്നിലാണ്. ആശാപ്രവർത്തകർ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിക്കുകയാണ്. വലിയൊരു പ്രതിഷേധ മാർച്ചോടുകൂടി ഈ സെക്രട്ടേറിയറ്റ് പടിക്കലെത്തിയാണ് ഇപ്പോൾ ഈ കോലം കത്തിക്കുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെച്ച് പുറത്തു പോകൂ എന്നുള്ളൊരു ആവശ്യമാണ് ഇവർ മുദ്രാവാക്യങ്ങളിലൂടെ ഉയർത്തുന്നത്. കാരണം ഒരു സാധാരണപ്പെട്ട അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ആ സ്ത്രീയെ മണ്ണിനടിയിൽ ഇട്ടിട്ട് ഈ ആരോഗ്യവകുപ്പ് മന്ത്രി ഇവിടെ ഭരിക്കണ്ട എന്നുള്ള മുദ്രാവാക്യങ്ങളാണ്. ആരോഗ്യ മേഖല തന്നെ താറുമാറാകുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് ഇവർ മുദ്രാവാക്യമായി മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും നമുക്ക് അവരോടൊപ്പം തന്നെ ചോദിക്കാം, എന്താണ് നിങ്ങൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആൾക്കാരാണ്, എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രതിഷേധത്തിലേക്ക് പോയത്? ഞങ്ങളുടെ സമരം തുടങ്ങിയിട്ട് 146 ദിവസം പിന്നിടെയാണ്. സമരം തുടങ്ങിയ ദിവസം മുതൽ ഈ ആരോഗ്യമന്ത്രി സമരത്തെയും ഞങ്ങളുടെ ഡിമാൻഡിനെയും ഞങ്ങളുടെ സമര നേതാക്കളെയും ഒക്കെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കള്ളമാണെന്നാണ് പറയുന്നത്. 13,200 രൂപ ആശമാർക്ക് കിട്ടുന്നുണ്ടെന്നാണ് മന്ത്രി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത്. 4-5 മാസം വേതനം കിട്ടാതെ വിഷമിക്കുന്ന ആളുകളുടെ മുഖത്ത് നോക്കിയിട്ടാണ് മന്ത്രി കള്ളം പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ പല ചർച്ചകൾ നടത്തുമ്പോഴും ഞങ്ങളോട് സമരം നിർത്തിപ്പോകാനാണ് പറയുന്നത്. ഡോക്ടർ ഹാരിസിന്റെ ഉന്നയിച്ച വിഷയങ്ങൾ ഇത് തന്നെയാണ് പറയുന്നത്. ബിന്ദുവിന്റെ കാര്യത്തിൽ തന്നെ നിരന്തരമായി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ജനാധിപത്യ കേരളത്തിൽ ഈ ആരോഗ്യരംഗം സമ്പൂർണ്ണമായും കഴിഞ്ഞ 9 വർഷമായി തച്ചു തകർന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും സമ്പൂർണ്ണ പരാജയമാണ്. അവർക്ക് ഒരു വിഷയം പോലും പരിഗണിക്കുവാൻ, സംസാരിക്കുവാൻ അറിയില്ല. ആളുകളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് പോലും മിനിമം അറിയില്ല. ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ ഉച്ചരിക്കുന്നതല്ലാതെ അവർക്ക് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. തീർച്ചയായും അതുകൊണ്ട് തന്നെ ഇന്നലെ നടന്ന സംഭവം അങ്ങേയറ്റം ദാരുണമായൊരു സംഭവമാണ്. അവിടെയും മന്ത്രി ഇതേ നിലപാടാണ് എടുത്തത്. അത് ഈ കേരളത്തിന് മനസാക്ഷിയുള്ള ഒരാൾക്കും അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ കാര്യമല്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം ഈ രംഗത്ത് അറിയിക്കുന്നു. തീർച്ചയായും, അതായത് കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകട മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിന്ദു മരിക്കാനിടയ സാഹചര്യം ഇത് ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥതയാണ് എന്ന് തന്നെയാണ് ഇവർ. കാരണം ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്നവരാണ്, ആരോഗ്യ പ്രവർത്തകരാണ്. അതുകൊണ്ട് തന്നെ ഈ വലിയൊരു പ്രതിഷേധത്തിലേക്ക് ആശാപ്രവർത്തകർ പോയിരിക്കുന്നു എന്നുള്ളതാണ്. അല്പസമയം മുമ്പാണ് ഇവർ വലിയ പ്രതിഷേധ മാർച്ചോടുകൂടി ഇവരുടെ സമരപ്പന്തലിൽ നിന്ന് ഈ നോർത്ത് ഗേറ്റിലേക്ക് എത്തുന്നത്, ഈ സമര ഗേറ്റിലേക്ക് എത്തുന്നത്. അവിടെ വീണ ജോർജിന്റെ കോലം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്നു. അതിനുശേഷം ഇവർ ഈ കോലം കത്തിച്ചുകൊണ്ട് വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. യെസ്, റിനു ശ്രീധരാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തും. അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നാണ് ഇപ്പോൾ തത്സമയ വിവരങ്ങൾ പങ്കുവച്ചത്. ആശമാരുടെ പ്രതിഷേധം അവിടെയും ഇതേപോലെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ദുരന്തം അതിലാണ് ഇപ്പോൾ പ്രതിഷേധം അറിയിക്കുന്നത്. ആശമാർ ആരോഗ്യമന്ത്രി രാജിവെക്കുക, പൂർണ്ണ പരാജയമാണ് സർക്കാർ സംവിധാനങ്ങളെല്ലാം എന്ന രീതിയിലുള്ള വിമർശനമാണ് ഇപ്പോൾ ആശമാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ പലയിടങ്ങളിലായി പല സംഘടനകൾ ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുകയാണ്.